ഹലോ, അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ ഹെവൺ ഇൻ മൂന്നാർ എന്ന റിസോർട്ടിലാണ് ഉള്ളത്. എന്താ പറയുക, ഭയങ്കര ഒരു ആംബിയൻസാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾക്ക് എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇവിടെ നമ്മൾ വരുമ്പം ഒരു ഇങ്ങനെ ഇറക്കത്തോടു കൂടിയാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെവിടെയാണ്, നമുക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര ജിജ്ഞാസയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതാ കണ്ടില്ലേ, ഭയങ്കര ഇതൊക്കെ കോട്ടേജുകളാണ്, ഓരോ വില്ല ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വ്യൂ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഒരു ഹെറിറ്റേജ് കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചേച്ചിയും ഫാമിലിയും, അമ്മയും പപ്പയും, അതുപോലെ ഞങ്ങളുടെ ഫാമിലി, 3 ഫാമിലി, ഞങ്ങളൊരു ഫാമിലിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് ഈ പ്ലേസാണ്. ഇവിടെ നമുക്ക് 4 റൂംസുകളുണ്ട്. 4 റൂമും ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, ഇപ്പോൾ മെയിൻ എൻട്രൻസ് വരുന്നത് ആ ഭാഗത്താണ്. രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം. അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഷെഫിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഇവിടുത്തെ ഷെഫ്. പേര് പറയൂ. ഇസ്മായിൽ എന്നാണ് ഷെഫിൻ്റെ പേര്. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്താൻ കാരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നല്ല ഒരു രീതിയിലാണ് നമ്മൾ വെൽക്കം ചെയ്തതും കാര്യങ്ങളും ഒക്കെ. ഇതാണ് ഇവിടുത്തെ സ്റ്റാഫുമാർ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇടപഴകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല ഫുഡും കാര്യങ്ങളും അതും ഇതൊക്കെയാണ്. ഇവരെ നമുക്ക് പരിചയപ്പെടാം. പറയാമോ? രോഹിത്, പൂജൻ, ഓം പ്രകാശ്, ഗൗരി ശങ്കർ. അപ്പം ഇവരാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ കേട്ടോ. നല്ല പറയുന്നതിനനുസരിച്ചിട്ട് എല്ലാ കാര്യം, ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ. ഓക്കെ, പിന്നെ അറിയാമല്ലോ നമുക്കൊക്കെ ഈ വിളക്ക് തന്നെ നമുക്ക് കയറി വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ സിറ്റിംഗ് പ്ലേസസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കണ്ടോ, മരത്തിൻ്റെ ഇതിലാണ്, തടിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ എല്ലാം നല്ല തടിയിലാണ് ചെയ്തിരിക്കുന്നത്, പക്കാ ട്രഡീഷണൽ രീതിയിൽ. ഓക്കെ, വളരെ രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ വരും, നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ പ്ലേസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബൊഫേയുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഇതാ ചെയർസും കാര്യങ്ങളും എല്ലാം നല്ല ട്രഡീഷണൽ ലെവലിലുള്ളതാണ്. പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ എല്ലാ റൂമുകൾക്കും നല്ല ബാൽക്കണികളാണ്. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ബെഡ്, അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ നല്ല ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക അതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു ആൻസർ ആയിരിക്കും ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, നമ്മൾ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനൊന്ന് ചെറിയ രീതിയിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. രഘുവരം സീതാപതിം സുന്ദരം. കാകുത്സ്ഥം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം. ഇതാണ് പിന്നെ എല്ലാവരും അന്വേഷിക്കുന്നത്, ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു പ്ലേസ്. എൻ്റെ മോളൊക്കെ ആദ്യം ചോദിച്ചതാണ്. അപ്പം ഇവിടെ സ്വിമ്മിംഗ് പൂളും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, പറ്റുമെങ്കിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ, പിന്നെ
നമ്മൾക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പാർക്കിംഗ് ആണ് മെയിൻ ഇഷ്യൂ ആയിട്ട് വരിക അല്ലേ. അപ്പോൾ നമ്മൾക്കിവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്യാന്നുള്ളതാണ്. നല്ല സൗകര്യത്തിൽ പോലെ വലിയൊരു എക്സ്പേർട്ടൊന്നും ഇല്ലാത്ത ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണെങ്കിലും നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ബെനിഫിറ്റായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പം ഇവിടെയൊക്കെ ഈവനിങ്ങിൽ വന്നിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു നല്ലൊരു രസമാണ്. ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാ തിരക്കുകളുടെയും ലോകങ്ങളിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചിട്ടും ചിന്തയുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തിരക്കുകളുള്ള ജീവിതങ്ങൾക്കിടയിൽ നിങ്ങളിങ്ങനെ മൂന്നാറിലേക്കൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഒന്നുകൂടി പേര് മറക്കണ്ട, ഹെവൻ ഇൻ മൂന്നാർ. ഓക്കെ, ബൈ.